നമ്മളുടെയൊക്കെ വീടുകളിൽ എപ്പോഴും 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ ലേശം നോട്ടിയായിരിക്കും. അവരെന്തെങ്കിലും ഒക്കെ ഒപ്പിച്ചിട്ട് മറ്റേയാളിനെ തലയ്ക്ക് വെക്കുന്നുണ്ടാവും. അമ്മയും അച്ഛനും ആദ്യം വന്ന് പിടിക്കുന്നത് ഈ മിക്കവാറും കുറച്ച് സോബറായിട്ടുള്ള കുട്ടിയായിരിക്കും. കാരണം ഈ കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ച ആൾ മുങ്ങിയിട്ടുണ്ടാവും. ആ കുഞ്ഞിനെ സംബന്ധിച്ച് അതൊരു ഫൈറ്റിംഗ് ബ്രെയിൻ ആയിരിക്കാം, അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ മൊമെൻറ്റ്. പക്ഷേ മറ്റേ കുട്ടി നോക്കി നിന്ന് ഇത് നീയാണോടാ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേ പേടിച്ചു വരണ്ട് നിൽക്കും. അപ്പോൾ അപ്പന് മനസ്സിലാവും, അല്ലെ അമ്മയ്ക്ക് മനസ്സിലാവും ഇവനാണ് ഇത് ചെയ്തത്. പക്ഷേ അവൻ ബ്രെയിനിനുള്ളിലെ അവൻ്റെ സ്ട്രെസ് റെസ്പോൺസ് ശരിക്കും ഫ്രീസ് റെസ്പോൺസാണ്. അവനിങ്ങനെ പേടിച്ച് നിന്നുപോയി. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാതായി. മറ്റവനാണ് ഒപ്പിച്ച് വെച്ചത്, അല്ലെ മറ്റവളാണ് ഒപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന, അല്ലെ ഇത് ശരിയാക്കാൻ പോയ കുഞ്ഞിനെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഒരു സാധനം പൊട്ടിച്ചു വെച്ചു, അത് എടുത്തു വെക്കാനോ മാറ്റിക്കളയാനോ പോയ കുഞ്ഞിനെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് പഴിയേറ്റ ആളുകളിൽ അവരുടെ ഇന്നർ ചൈൽഡിലുണ്ടായ വൂണ്ട്, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, കളിയാക്കൽ, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള പരാതി എന്നൊക്കെ കേട്ടിട്ടുള്ള ബാല്യങ്ങൾ. അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു മുറിവുണ്ട്, അത് വൂണ്ടഡാണ്. ഇത്തരം വൂണ്ടുകൾ ഹീൽ ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. ഹീൽ ചെയ്യപ്പെടാത്ത എല്ലാ വ്രണങ്ങളും അവിടെ പരിക്കിനിട്ടവിടെ ഉണ്ടായിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം ലഭ്യമാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി.